പച്ചച്ചക്ക കഴിക്കാനേ നല്ല ടേസ്റ്റ് അല്ലേ? എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ പച്ചച്ചക്ക കഴിക്കാൻ. ഇന്നേ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലത്തെ ചക്കയൊക്കെ കഴിഞ്ഞു കേട്ടോ. തൊട്ടടുത്ത വീട്ടിലത്തെ മനസ്സിലായിടത്തിലെ ചക്കയേനെ ഇപ്പോൾ രാവിലെ തന്നതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ എന്തെന്ന് ഓരോ തിരക്ക് കാരണം സമയം കിട്ടിയില്ല കേട്ടോ. നാളെ വെക്കുമ്പോഴേക്കും ഇത് പുളിക്കും. അപ്പോൾ പുളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് കാട്ടി, ഇപ്പം തന്നെ വെക്കാൻ വിചാരിച്ചു. ചക്കി ചിക്കനും എങ്ങനെ ഉണ്ടാവും? അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ ഇപ്പോൾ ഈ സ്വാഗതം പറച്ചിലൊന്നുമില്ല. അതിന് കുറേ ദിവസമായി പറഞ്ഞ് കുറേ ദിവസമായിട്ട് ഇപ്പോൾ തീ പിടിച്ചെന്തെങ്കിലും പരിപാടികളാണ്. ചട്ടപ്പട്ടേന്ന് വരെ പരിപാടികളാണ്. നിക്കക്കള്ളിയില്ലാറില്ല അതുപോലുള്ള പരിപാടികൾ. എന്താ നമുക്ക് ഈ ചക്ക അതേപോലെ കപ്പ ഇതൊക്കെ ഇട്ടിട്ട് ചിക്കനും ബീഫൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടീനെ തല്ലുമ്പോൾ തലയ്ക്ക് തല്ലരുത്, അടി കിട്ടേണ്ടിരുന്നു. കുട്ടികളുടെ തലയിൽ തല്ലി പഠിക്കരുത്. അത് കുട്ടികൾക്ക് വലിയവർക്ക് നന്നല്ല, കുട്ടികൾക്ക് നന്നല്ല അല്ലേ? കുട്ടികളെ പഠിപ്പിക്കരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും, സ്വാഭാവികം. അത് എൻ്റെ അച്ഛനാണ് എപ്പോഴും പറയുക, വടി എടുത്തിട്ട് അരക്കി കീഴ്പിട്ട് എത്ര വടിയിലും തല്ല, ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും തല്ലരുത് പറയും. ആദ്യം സമാധാനമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലാണ്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് മനസ്സിലാക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുട്ടിയച്ഛൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അമ്മ പോയിട്ട് വന്നിരുന്നില്ല, അമ്മൂട്ടി വന്നിരുന്നില്ല, കുഞ്ഞനും വന്നിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കുറച്ച് ചെറിയൊരു കോഴി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെയൊക്കെ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തില്ലേ, കുട്ടികൾക്ക് കിട്ടിയില്ലല്ലോ, അപ്പോൾ അവർക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ നിങ്ങൾ വിളിച്ചിട്ട് വരാണ്ടല്ലേ? ഓ എന്താ ചിക്ക അവിടുത്തെ ചെക്കന് ചിക്കല്ലേ കുഞ്ഞ അവിടുത്തെ ചിക്കൻ എമ്മാര് ചിക്കനാന്ന് വെച്ചിട്ട് നാളെ പോവാന്ന് എങ്ങട്. പിന്നെ അനക്ക് തോന്നുമ്പോ അവിടെ അവർക്ക് വെച്ചിരിക്കുകയാണല്ലോ, പിന്നെ ചിക്കനെ വെച്ച് കാത്തിരിക്കുകയാണല്ലോ. അവിടെ പിറന്നാള് ഇവിടെ വന്നില്ലേ ആ കുട്ടിയുടെ. അപ്പോൾ ഇത് അടച്ചു വയ്ക്കുന്ന അടപ്പില്ലേ, അവിടെയാണ്. ഇവിടെ എന്തോ ഒരു ലൈനിൻ്റെ എന്തോ ഒരു പ്രശ്നം കാരണം കറണ്ട് അങ്ങോട്ട് കണ്ടോ ഇല്ല, ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് വേഗം ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഇത് അടപ്പ് അങ്ങോട്ട് പോകാനൊരു പേടി, ഇരുട്ട് കണ്ടല്ലേ എന്താണെന്നറിയില്ല, ചെറിയതായിട്ടൊക്കെ ഒരു പേടി, വെപ്രാളവും ഒക്കെ വരും അല്ലേ? സത്യം പറയാച്ചാൽ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മുടെ സാരിയുടെ സെലക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് സാരിയുടെ സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ സെലക്ഷൻ അല്ല, സാരിയുടെ ഉള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. സെലക്ഷൻ വരുന്നത് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവര് വാങ്ങിക്കോളൂ കേട്ടോ. എവിടെ കിച്ചു കാണിക്കുക നോക്കട്ടെ. എൻ്റെ കിച്ചു പട്ടം നോക്കട്ടെ, കാണിച്ചു കൊടുക്ക, അങ്ങോട്ട് വീഡിയോയിൽ കാണിച്ചു കൊടുക്ക്. ബാഗിലിട്ടുണ്ടല്ലോ ചാക്കള്. എന്താ അതല്ല രസം, ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. കറണ്ട് പോയിട്ടേ ഒരു മരം വീണിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കറണ്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാവുമ്പോഴേക്കും ഇത് കുക്കറിൽ വെക്കാമല്ലോ എന്നുള്ളത്. ഞാൻ വെള്ളപ്പയർ ഇട്ടിട്ടില്ലേ, കറി വെക്കാന്ന് കേട്ടോ ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇപ്രാവശ്യം നമ്മൾ ചക്കയും ചിക്കനും വെച്ചിട്ടില്ല, അങ്ങനെ വെക്കാതിരുന്നാൽ ശരിയാവുമല്ലോ ഏട്ടാ. അതാണെങ്കിലോ ഈ ചക്കല്ലേ നോക്കിയൊക്കെ നല്ല, എൻ്റെ കയ്യിൽ നല്ല പൊടിയുള്ള ചക്ക. ഇനി ഒരു 4-5 ഉണ്ട് അവിടെ. ഇതാ വെള്ളം കേട്ടോ, ആവശ്യത്തിന് ബാക്കി പിടിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം, തേങ്ങ വരും അപ്പുറത്തൊക്കെ വന്നു, കോണിക്കഴി ഭാഗത്തൊക്കെ വന്നു. വാങ്ങ് കൊടുക്കണ കേട്ടില്ലേ? അപ്പോൾ അല്ല ഇവിടുന്നല്ല, കോണിക്കഴി ഭാഗത്ത് വാങ്ങ് കൊടുത്തിരുന്നില്ലേ അല്ലേ? അല്ല നേരത്തെ വാങ്ങ് കൊടുത്തിരുന്നല്ലോ. വാങ്ങ് കൊടുത്തു, അത് കറണ്ട് വന്നിട്ടല്ല. ഉപ്പ് കേട്ടോ മതി. കല്ലുപ്പ് കഴിഞ്ഞേക്കണം, കല്ലുപ്പ് വാങ്ങണം. കടയ്ക്ക് പോകണം നാളെ. എവിടേക്കും പോകാൻ പറ്റിയിട്ടില്ല, എവിടേക്കും ഓടിയിട്ടില്ല അല്ലേ? എവിടേക്കും ഓടിയിട്ടില്ല, എവിടേക്കും പോകാൻ പറ്റിയില്ല, ഓട്ടത്തിൽ തന്നെയാണ്. അങ്ങനെയല്ല, പക്ഷെ വേണ്ടോടത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ഓട്ടം പറ്റിയില്ല തന്നെ. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഓടാൻ പറ്റിയിട്ടില്ല. പിന്നെ അപ്പം അത് ശരിയായിക്കണം. നമ്മുടെ ഇവിടെ ഇൻവെർട്ടർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ കറണ്ട്. ഒരു തുള്ളി വെള്ളമല്ലേ വൈകിട്ട്
അവിടെ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരുന്നു. ഞാൻ ഇന്ന് രാവിലെ അനിയനോട് ചോദിച്ചു കേട്ടോ, പാത്രം എനിക്ക് കഴുകുന്ന സമയത്ത് ഏട്ടാ മോട്ടർ അടിക്കണില്ലേ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു വൈകുന്നേരത്തല്ലേ ചെയ്ത് മോട്ടർ അടിച്ച് അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞു. രാവിലെ തുണിയാണ് വെച്ച് വാഷിംഗ് മെഷീനിലിട്ടു. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അത് തിരുമ്പാൻ പറ്റിയില്ല. ഒന്ന് തിരുമ്മി കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് പോയില്ലേ. ആ തുണികൾ അങ്ങനെ കിടക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളമില്ല. പാത്രങ്ങളാണ് പറഞ്ഞു വെച്ചാൽ പാത്രങ്ങൾ കഴുകാതെ കിടക്കുന്നുണ്ട്. ചില സമയത്ത് ഒരു പെടലില്ലേ, നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് നമ്മളെന്നല്ലേ ചുറ്റോടത്ത് എല്ലാവരും പെട്ടായിരുന്നു. ഈ ഭാഗത്ത് കടയിൽ അതാ സംസാരിക്കുന്നത്. എന്താ പറയണേ, ഞാൻ കുടിക്കാൻ പൈപ്പിൽ വെള്ളമില്ലാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഇയും പൊട്ടോന്ന് എല്ലാവരും പൊട്ട് കിടക്കണ. കാരണം ഏട്ടൻ എപ്പോഴും അതിനൊരു കുറവ് വരുത്തുകയേ ചെയ്യില്ല കേട്ടോ. എപ്പോഴും ഏട്ടൻ ആ കാര്യങ്ങളൊക്കെ വേഗം നല്ല രീതിയിൽ ചെയ്യുന്നതാ. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഏട്ടൻ പറയുകയും ചെയ്തു ഇവിടെ മോട്ടർ ഇടുക ഇതൊക്കെ ഏട്ടനും അച്ചുട്ടിയുടെയും പണിയാണ് കേട്ടോ. നമ്മുടെ പണിയല്ല. അവർ മോട്ടർ ഇട്ട് വയ്ക്കും, നമ്മളെടുത്ത് ഉപയോഗിക്കും. ഇതന്നെയാണ് സുഖമായിരുന്നു. 7000 എന്താ വൃത്തിയില്ലാണ്ട് എഴുതുന്നത്? ഈ ആ ഫോൺ അവിടെ മാറ്റിയേക്ക്, എന്നിട്ട് അതിന് പറഞ്ഞു കൊടുക്ക്. എഴുതി കൊടുക്കണ്ട പറഞ്ഞ ഓരോ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കും. അവിടെ വെച്ചെഴുതു കുഞ്ഞ. അതെന്നെ പറയണേ. അപ്പൊ അത് നീ അവിടെ ഇരിക്കുമ്പോ എഴുതുമ്പോ പറഞ്ഞു കൊടുക്കുക, കുറച്ച് വലുതാക്കി എഴുതടാ, കുറച്ച് വലുതാക്കി എഴുത. അവിടെ പോയിരുന്ന് പഠിക്കും. നോക്ക്, ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് പഠിക്കും. ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് പഠിക്കും. എത്ര എണ്ണം എഴുതാണ്ട്? മുഴുവൻ എഴുതിയിട്ട് വാ. മുഴുവൻ എഴുതിയിട്ട് വന്നാൽ മതി. നമ്മള് അങ്ങനെ അതാണ് നമ്മുടെ ഇവിടെ ഏട്ടാ ഒരു പട്ടി വന്നിരുന്നില്ലേ, അതിനെ കാണാനേ ഇല്ല അല്ലേ? അതിനെ കാണാണ്ട് എന്തോ പോലെ തോന്നുന്നു. കാരണം പട്ടി വന്ന് മതിയേതാണ്. പട്ടി അതിനൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനെ പോയി കുട്ടീനെയൊക്കെ പിടിച്ചപ്പോൾ അത് നല്ല ഇണക്കം വന്നിട്ട് 2 ദിവസമായിട്ട് തിന്നാനേ വരുന്നില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ അതിന് തിന്നാട്ട് കൊടുക്കും. പപ്പൂനാണെങ്കിൽ അത് കാണുമ്പോഴേക്കും ദേഷ്യം വരും കേട്ടോ. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മുടെ സാരിയുടെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് നോക്കൂ കേട്ടോ. എന്നിട്ട് പറയുണ്ടോ ആവശ്യമുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു സഹായമാവും. പുതിയൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇപ്പോൾ അതൊരു നമുക്കൊരു സഹായമാവും. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച അല്ലേ, ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാനലിലാണ് ചെയ്യണം എന്ന് വിചാരിച്ചത് ഇത്. പക്ഷെ ഫസ്റ്റ് ചാനലിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ സാഹചര്യം നമുക്ക് സെക്കൻഡ് ചാനലിലേക്കാണ്. പിന്നെ അനിയനെ ഉള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അനിയനെയും കൂടി അതിൽ ഉൾപ്പെടുത്താമല്ലോ, അല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. പക്ഷേ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഈ നെഗറ്റീവ് ഇടുന്ന ഒരു 5-6 ആളൊഴികെ ബാക്കിയുള്ളവർ മുഴുവൻ നമ്മളെ സ്നേഹിക്കണവരല്ലോ കേട്ടോ. നമ്മളൊരു വീഡിയോയിൽ എന്തെങ്കിലും കമൻറ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂഷൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് വെച്ചാൽ അപ്പം നമുക്കൊന്ന് വിളിയായിരിക്കും. വിളിച്ച് നമ്മളോട് സമാധാനിപ്പിക്കും. പ്രസി അത് പറഞ്ഞോട്ടെ, അത് സാരമില്ല, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത്. ശരിയാണ്. അങ്ങനെ ഒരുപാട് പേരുള്ളതാണ്. ശരി. അല്ല അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എത്ര ധൈര്യത്തിൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ നെഗറ്റീവ് കേൾക്കുമ്പോൾ ചിലത് സഹിക്കാൻ പറ്റാതെ നമ്മൾ പ്രതികരിച്ചു പോകട്ടോ. നല്ലതിന് മറുപടി കൊടുക്കാണ്ട് നമ്മൾ ചീത്തയ്ക്ക് മാത്രം മറുപടി കൊടുക്കുകയല്ല. കാരണം നമുക്കൊരു ഇത് വരുമല്ലോ. ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ നല്ലവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. നല്ല കമൻറ്റ് വരുന്നതിന് മാത്രമേ മറുപടി കൊടുക്കാറുള്ളൂ. അമ്മ പോടൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അനിയനും സുകന്യ കുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അമ്മ അപ്പം അവിടെ ഇരിക്കുക. നേരത്തെ കറണ്ടൊന്ന് വന്നു പോയി, പിന്നെയും ഇപ്പോൾ വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് പിന്നെയും പറയുകയാണ് കേട്ടോ. ഇതിപ്പോൾ വിഷ്ണു കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയെന്ന് അനിയത്തിന് മൂലക്കുരുവാണ്. മൂലക്കുരു അതിന് ഞാൻ മരുന്ന് തേച്ച് കൊടുക്കണില്ലേന്ന് ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ. മൂലക്കുരു എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ളതാണോ? മൂപ്പരുടെ കണക്കിൽ മൂലക്കുരു പറഞ്ഞാൽ എന്തോ നാണക്കട്ടൊരു പരിപാടിയാണ്. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വരുന്നൊരു തരം അസുഖമാണ്. അതുകൊണ്ട് അത്ര വലിയ അതിൻ്റെ പേരിൽ തെമ്മാടിത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല.
മൂലക്കുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമാണോ? പിന്നെ എനിക്കതിൽ അല്ല ഞാനപ്പോൾ അതിനുള്ള മറുപടി അപ്പം തന്നെ കൊടുത്തു. നിങ്ങളുടെ വീട്ടിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കല്ലേ ട്രീറ്റ്മെൻറ്റ് വരുന്നത്, അപ്പോൾ എന്താ നിങ്ങൾക്ക് അത് മറന്നോന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറുപടി അപ്പം തന്നെ കൊടുത്താ. എന്താ ഇത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മര്യാദയ്ക്കുള്ള മറുപടി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ തന്നെയല്ലേ പറയാൻ പറ്റൂ. ഇപ്പോൾ അല്ലാണ്ട് നമ്മൾ മോശമായിട്ട്, പക്ഷേ അതിനുള്ള മറുപടി എന്താന്ന് നിങ്ങൾ എന്താ അലവലാദികളാന്ന് മനസ്സിലായി. നിങ്ങളെന്താ സുകന്യനെ വിറ്റിട്ടല്ലേ ജീവിക്കണത്, ബസീനെ വിറ്റിട്ടല്ലേ ജീവിക്കണതെന്നൊക്കെ അതിൽ കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ 2-3 വീഡിയോ ഇട്ടിരുന്നു വിഷ്ണു. അപ്പോൾ വിഷ്ണുവിൻ്റെ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക. വിഷ്ണു പറയണതും വിഷ്ണുവിൻ്റെ ആവലാതിയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വേണ്ട ഏട്ടാ, അവർ നമുക്ക് കാണിക്കൊന്നും വേണ്ട. നമുക്ക് എന്താണെന്ന് അറിയാം, നമ്മുടെ വീഡിയോ കൂടെ ഒരാളെ മോശമായി ചിത്രീകരിക്കാൻ എനിക്കിഷ്ടമല്ല. ഉള്ള കാര്യം പറയാം. മോശമായിട്ട് ചിത്രീകരിക്കാറ് മോശമായിട്ട് അത്രയും മോശമായ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളാരാധനയിൽ കാണിക്കണ്ടേ? വേണ്ടേ? ആളാരാധനയിൽ കാണിക്കണ്ടേ? കാരണം ഞാൻ പറയട്ടെ, ചിലവർ ഈ നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ പിന്നെ അവർ ചെയ്തത് ശരിയാവില്ലല്ലോ. അവരും തന്നെ ചെയ്യുമ്പോൾ അവർ ചെയ്തത് ശരി, നമ്മൾ ചെയ്തത് തെറ്റ്. നമ്മൾ ഒരാളെ ഉപദ്രവിക്കേണ്ട. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ നമ്മൾ ജീവിക്കണം. നമ്മൾ ഒരാൾക്ക് ഉപദ്രവം ചെയ്യില്ല. നമ്മളൊന്ന് വായ തോന്നിയതൊക്കെ പറയുക, നമ്മളത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിണ്ടാണ്ടിരിക്കും. ഈ മൂലക്കുരു എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, മൂലക്കുരു അത് പ്രശ്നമൊന്നുമില്ല. മൂലക്കുരു ഉണ്ട് പറഞ്ഞു ഇപ്പോൾ മൂലക്കുരു ഉള്ളവർക്കൊക്കെ മാനം കെട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരുന്നില്ല. അതൊരു അസുഖമാണ്, അതെല്ലാവർക്കും ഉള്ളതാ. എന്താ മൂലക്കുരു ആയാലും എയ്ഡ്സ് ആയാലും ഇതൊക്കെ ഓരോ രോഗമാണ്. ഇത് വരുന്നത് എല്ലാം തെറ്റായ രീതി കൂടെ ഒന്നല്ല. ഈ വിഷ്ണു വന്നിട്ട് അനിയന്റെ മൂലത്തിൽ വന്ന് നോക്കിയോ കുരു ഉണ്ടോന്നുള്ളത്? മോശം എന്തായാലും കമന്റുകളൊക്കെ എഴുതാൻ ഉള്ള പ്രചോദനം കുടുംബത്തിനാണോ സമൂഹത്തിനാണോ എവിടുന്നാണ് ഈ മനുഷ്യൻ കിട്ടുന്നത്? ചെറുപ്പക്കാരനാണ്. കാരണം ഇങ്ങനെയൊക്കെ കമന്റ് ഇടുമ്പോ നാളെ നിങ്ങൾക്ക് എന്തായാലും ചെറുപ്പക്കാരനാവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചെങ്കിൽ ഇവരിങ്ങനെയൊക്കെ ഉള്ളവരാണ് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോൾ നമ്മൾ അത് ആരാന്നുള്ളത് കാണിച്ചു കൊടുക്കണല്ലോ. പക്ഷെ ഞാൻ എന്താ പറയുന്നറിയോ, കല്യാണവും കാര്യങ്ങളൊന്നും കഴിയാത്തൊരു കുടുംബം ഇല്ലാത്ത ഒരാളാണെന്ന് വെച്ചാല് നമ്മൾ കാരണം അവരുടെ അപ്പത്തെ ഒരു മാനസികാവസ്ഥയിൽ അത് പറഞ്ഞായിരിക്കും, നമ്മളത് പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞ് മാനസികാവസ്ഥയിൽ പറയാൻ നമ്മൾ ഒന്നും ഉപദ്രവിക്കും. ഇതൊരു ഇതായിട്ട് പറയട്ടോ, വിഷ്ണുവിന്റെ ഫോട്ടോസും നമ്മൾ വിഷ്ണു ഇട്ട വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതില്ലേ പബ്ലിക് ആക്കി ഇടണം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വേണ്ടാന്ന് പറയാം. കാരണം എന്താണെന്നറിയോ, കാണുമ്പോൾ എൻ്റെയൊക്കെ ഒരു സഹോദരൻ്റെ പോലെ അത്രയ്ക്ക് തന്നെ ഉള്ളു പ്രായം. അപ്പോൾ നമ്മൾ കാരണം നിങ്ങൾക്കൊരു കുഴി അത് വേണ്ട. കാരണം നിങ്ങൾക്ക് എന്താണ് അപ്പത്തെ മാനസിക അതുപോലെ മാനസികാവസ്ഥ നമുക്കുണ്ടാവും തന്നെ. പറയുന്നവർക്ക് മാത്രമല്ല മാനസികാവസ്ഥ, കേൾക്കുന്നവർക്കും അത് ഉണ്ടാവും. അപ്പം നമ്മളെന്തെങ്കിലും ഉപദ്രവിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ശരി, അത് നമ്മൾ കേൾക്കും. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ കേൾക്കും, അതിലൊന്നും കഴിവ്. പക്ഷെ ഇത് നമ്മൾ എന്തും പറഞ്ഞ് സന്തോഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയില്ല. ഇതില് നമ്മളെ കുറേ ചേച്ചിമാരാണ് പറഞ്ഞു വെച്ചാൽ നമ്മൾ സ്നേഹം കൊണ്ട് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ തുണി എന്നോട് എപ്പോഴും പറയാറുണ്ട്, പ്രസി ഇങ്ങനെ പാത്രം കഴിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൈ വെക്കരുത്, ഇങ്ങനെ കയ്യിൽ പിടിക്കരുത് എന്നുള്ളത്. അത് സത്യം പറയാൻ കുറച്ച് എനിക്കത് ശീലമുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യുക ഞാൻ അപ്പം ഇങ്ങനെ പിടിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്ന് പാത്രം കഴുകുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളമാവും. അത് നമുക്കതിൽ മാറ്റിയെടുക്കാൻ അങ്ങനെ പെട്ടെന്ന് നമുക്കത് ശരിയാവണില്ല. അത് ശരിയാക്കും. ഇതൊക്കെ നമുക്ക് ആരെ ദ്രോഹിക്കാൻ നിൽക്കില്ല. ഒരു വാക്കുകൊണ്ട് നോക്കണം, ഒന്നും കൊണ്ടും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കുടുംബത്തിൽ സമാധാനമായിട്ട് ജീവിക്കുന്നതല്ലാണ്ട് ഒരു വാക്കുകൊണ്ട് നമ്മൾ ഒരാളെ ദ്രോഹിക്കാൻ നിൽക്കില്ല. അതിനാവശ്യമില്ല. കാരണം നമ്മുടെ രീതിയെ അതല്ല. നമുക്ക് തമ്മിൽ തല്ലുകൂടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, ഇതൊന്നും നമുക്ക് ശീലിച്ചിട്ടില്ല. നമ്മൾ ഇന്നേ വരെ ഇപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ കുടുംബം ഞങ്ങൾ അന്യ തറവാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ, ഞാൻ അനിയത്തിമാർ 2 പേര് ഇന്നും ഒറ്റക്കെട്ടായി ഒരേപോലെ നിൽക്കണം. ഒരാളപ്പുറത്താണ്. അങ്ങോട്ട് നിൽക്കുകയെന്ന് പറയേണ്ട നമ്മൾ അങ്ങോട്ടും ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങോട്ടും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഏട്ടൻ്റെ താഴെയുള്ള അനിയൻ എന്തെങ്കിലും ചെയ്യണം, നമ്മൾ ചെയ്യാൻ എനിക്ക് തുടങ്ങണം എന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ അവർക്കും സപ്പോർട്ടാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത്? കുടുംബത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവൾക്ക് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ അനിയന് സംസാരിക്കാറില്ല. ഞാൻ നിന്ന് പറയണില്ലേ? അപ്പോൾ അതിൽ കുറേ പേര് പറയുന്നുണ്ട് അവൾ തന്നെ നിന്ന് പറയണമെന്ന്. കാരണം അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നെഗറ്റീവായിട്ട് തോന്നുമോ, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ നെഗറ്റീവായിട്ട് എടുക്കുമോ? ഒരു സമയത്ത് അവൾക്ക് വെറും കുറ്റങ്ങളും കുറവുകളും മാത്രമാണല്ലോ. അത് പേടിച്ചിട്ടാണ് അവൾ മിണ്ടാതിരിക്കുന്നത്. കാര്യങ്ങൾ പറയാൻ പേടിക്കുന്നത് കൊണ്ടാണ്.
നിങ്ങൾ നിന്നെ എങ്ങനെ പറയണു അതിൻ്റെ 10 ഇരട്ടി സുകന്യ പറഞ്ഞായിരുന്നു ഒരു സമയത്ത് ഇല്ലേ? പിന്നെ അവള് വീഡിയോക്ക് വരാതെ എത്ര ദിവസങ്ങൾ മാറിയിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു അനുഭവം ഉണ്ടാവുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ പേടി വരുന്നത്. അപ്പം അതാണ്. അപ്പോഴേ ഞാൻ ഇനി നമ്മളിതില്ലേ ഒരു കാര്യം പറയണം വിചാരിച്ചു. എല്ലാവരും അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ. അതിൻ്റെ കൊറിയർ കാര്യങ്ങളുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഓർഡർ വന്നിട്ടില്ല ഇത്ര നേരമായിട്ടും. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. നമ്മൾ ഓർഡറൊക്കെ വന്നെടുക്കുന്നുണ്ട്. 5-6 ഓർഡർ വന്നെടുക്കുന്നുണ്ട്. സതിയേട്ടൻ പറയട്ടോ. നമുക്കല്ല കൈ തരേണ്ടത്. സതിയേട്ടാ എവിടെ? എതിര് എവിടെ കുഞ്ഞച്ച 5 ഓർഡർ വന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് ഇറച്ചി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ചിലപ്പോൾ ചക്ക ഗ്യാസാണെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും കഴിക്കാൻ കഴിക്കാണ്ടിരുന്നാലോ അല്ലേ? നിങ്ങൾ അനിയനെയാണ്. അല്ലെങ്കിൽ ഇപ്പം ഇത് കഴിച്ചിട്ട് നേരം വെളുക്കുള്ള കിടക്കാനും പറ്റില്ല. ഇത് കുറച്ച് കഴിക്കുക, ചോറ് കഴിക്കുക എന്നല്ലാണ്ട്. തേങ്ങയല്ലേ വറുത്തിട്ട് കറണ്ട് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ തേങ്ങ വറുത്ത് ഇട്ട് കുരുമുളകും തേങ്ങയും പെരുംജീരകവും കൂടി നല്ല വറക്കുക. എന്നിട്ട് നല്ല ചതച്ചിട്ട് ഇത് കൂടെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ? ഇപ്പൊ വരും വിളിച്ചു കഴിഞ്ഞാ. അതൊന്ന് ഒറ്റ വിസിലേ ആക്കിയുള്ളൂ കേട്ടോ. എന്തിനാ പൊന്നുവെച്ച് കരയുന്നു? എന്താണ്? ശരി വീടുള്ളേ അല്ലേ? വീടുള്ളൂ പറയാ. നല്ല വേവിച്ചിട്ടില്ല കേട്ടോ. നല്ല ഇതിൽ കിടന്നിട്ട് ഈ ഇറച്ചിയുടെ രുചി എന്താ ഇങ്ങനെ പറയാ, ഇതിൽ കിടന്ന് വേവണം. അതിനാ പറഞ്ഞത്. ഇപ്പം നമ്മൾ തേങ്ങയൊന്നും കൂട്ടുന്നില്ല കേട്ടോ. തേങ്ങയും പെരുംജീരകവും കുരുമുളകും പാടെ നല്ല വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞ് വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചിക്കൻ വെക്കില്ലേ, കണ്ടോ ചക്ക ബിരിയാണി, പൂള ബിരിയാണി പറയുന്നല്ലോ. അയ്യോ അങ്ങനെ കപ്പ ബിരിയാണി, ചക്ക ബിരിയാണി ഇതില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എനിക്കിഷ്ടമാണ്. പക്ഷെ തേങ്ങ നോക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടും ഈ ഇൻവെർട്ടറിൽ മിക്സിയിൽ ചതയ്ക്കാൻ പറ്റാത്തതും കൊണ്ടും കുറേ എന്താ എവിടേക്കാ തല്ലി പതപ്പിക്കുന്ന സുകന്യ. എന്തെങ്കിലും തീരുമാനമാക്കുന്ന തന്നെ വിചാരിക്കും. എന്തെങ്കിലും തീരുമാനമായിട്ട് നിർത്തി വെച്ചിട്ടാ സുകന്യ. നല്ല ചക്ക കേട്ടോ ഏട്ടാ. സുകന്യ ചക്ക ബിരിയാണി വേണ്ടേ? ചക്ക ബിരിയാണി നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവും, നമ്മുടെ എപ്പോഴും. പക്ഷെ ചിലപ്പോൾ അവർക്ക് വീഡിയോയിൽ ഇപ്പം തന്നെ ഇപ്പം നമ്മൾ അനിയനെ വീഡിയോയിൽ നിർബന്ധിച്ച് വായോ നിങ്ങളുടെ അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എപ്പോഴും ഉണ്ടാവും കേട്ടോ. നമ്മൾ പിന്നെ നിർബന്ധിച്ച് നമ്മളത് നിർത്താണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പം തന്നെ പറയുന്നുണ്ട് ഇനിയുള്ളതിനൊന്നും ഞാനധികം ഉണ്ടാവില്ല കേട്ടോ, എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റാതെ വീണില്ലേട്ടാ. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ. ചില ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ വരാത്തൊരു വീഡിയോ എടുക്കാൻ വിളിച്ചു അല്ലേ. ചില സമയത്ത് ഇപ്പം ഇവിടെ സുകന്യാണോ എന്ന് വെച്ചാലല്ലേ വീഡിയോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ സുകന്യക്ക് അന്ന് എന്താ ഒരു മൂടുണ്ടായില്ല. അപ്പൊ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. സുകന്യ വായോ പറഞ്ഞിട്ട് നമ്മൾ ആരും നിർബന്ധിക്കില്ല വീഡിയോ എടുക്കാൻ വേണ്ടി. അമ്മേനായാലും ശരി സുകന്യനായാലും ആരായാലും വായോ ആര് വാച്ചാൽ. അതിന് ഞാൻ വെറുതെ ഇത് കത്താൻ വേണ്ടി വെച്ചിട്ട് അതിൽ തിളപ്പിക്കാൻ പറ്റില്ലേ. ചുക്കുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് ഇട്ടിട്ടുണ്ട്, പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ദാ നമ്മുടെ ചക്ക കണ്ട കറിവേപ്പില ഇതൊക്കെ കണ്ട
അടിപൊളി. അടിപൊളി. ഇനി ഇത് കൂടെ അല്ലേ പിന്നെ കത്തി വാങ്ങിയപ്പോ ഉള്ളി കത്തി ഉള്ളി വാങ്ങിക്ക്. നുറുക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടില്ലേ കറിവേപ്പിലി പല്ലിയള്ളി ഇട്ട് കഴിഞ്ഞു വെച്ചാൽ സംഭവം സെറ്റായിട്ടോ. കഴിച്ചു നോക്കുന്നവ അമ്മയ്ക്ക് പല്ലുവേദന. അപ്പോൾ ഞാനില്ലേ അതാ നമ്മുടെ ആ വെള്ള ടാങ്കിലില്ലേ വെള്ള കളറിലെ ടാങ്കിൽ വെള്ളമുണ്ട്. ആ വെള്ളം എടുത്തുകൊണ്ടിട്ട് ഒരു കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ. അത് കഴുകാൻ നിൽക്കട്ടെ കേട്ടോ. ഇനി വേണ്ടവർ കഴിക്കട്ടെ. വെള്ളം കൊണ്ടുവന്ന് വെച്ചാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ഇന്ന് സങ്കടം എന്താണെന്ന് അറിയാം, മഴയും കൂടി പെയ്യാണ്ട് വെള്ളമില്ല അല്ലേ. മഴ പെയ്യാണ്ട് കണ്ടുപോയി. എന്താ സോന്യ ബെഡ് ആർക്കപ്പത്? പൊണ്ണുഷോ രണ്ടോണിഷോ. നമ്മളെ ഈ ടാങ്കിൽ വെള്ളമുണ്ട് കേട്ടോ. ഇതിൽ ഇത്ര വെള്ളം എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം നമുക്ക് പാത്രങ്ങൾ കഴുകാൻ. അപ്പോൾ അമ്മേ ഞാനിതിൽ ലൈറ്റ് വന്ന് കറണ്ട് വന്നോ വിചാരിച്ചു. ഇന്ന് കറണ്ട് വരില്ല അത്രേ. അപ്പം ഇന്ന് ഞങ്ങൾക്കില്ലേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നാളെ കാണാം. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ചക്കയും ചിക്കനും ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചക്കയുടെ സീസൺ കഴിഞ്ഞിട്ടാണ് ചക്കയും ചിക്കൻ എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടാക്കിയ കുഞ്ഞിതിലില്ലേ ഞാൻ പറഞ്ഞില്ലേ തേങ്ങയും കുരുമുളകും പെരുംജീരകവും കൂടെ നല്ല വറുത്തിട്ട് അങ്ങനെ ഇടാം കേട്ടോ. പക്ഷെ നമ്മളത് ഇട്ടില്ല. എന്നിട്ട് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിയില്ലേ അരിഞ്ഞിടുക, എന്നിട്ട് കഴിക്കുക. ഇതൊക്കെ നമ്മുടെ അവിടെയാണ്. എല്ലാവരും ഇവിടെ, അമ്മ ഇവിടെ വന്നു, എല്ലാവരും ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. നാളെ കാണാം.